പാർട്ടി സംസ്ഥാന സമിതിയിൽ തീരുമാനമായിട്ടുണ്ട്. പാർട്ടി ആവശ്യപ്പെടുന്ന ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ടി.പി. രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഇന്ന് വൈകിട്ട് 3:30-ക്കാണ് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് പാർട്ടിയുടെ തീരുമാനം ഔദ്യോഗികമായി അറിയിക്കുക. ടി.പി. രാമകൃഷ്ണന്റെ പ്രതികരണത്തിലേക്ക്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നലെ രാവിലെ മുതൽ AKG സെന്ററിൽ ചേർന്നിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരെല്ലാം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 2 മണിവരെ നടന്ന യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 2 മണിക്ക് യോഗം അവസാനിച്ചിട്ടില്ല. വീണ്ടും യോഗം ചേരുന്നതിന് തീരുമാനിച്ചാണ് പിരിഞ്ഞത്. ആ സമയത്തിനിടയിൽ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ആകണം എന്ന തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ അവിടുന്ന് പോരാൻ കാരണം ഇന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. സാധാരണ നിലയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ചുമതല. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററും എല്ലാമായിരുന്ന ഞങ്ങളുടെ പഴയകാല നേതാക്കളിൽ ഒരാളായ സഖാവ് ദക്ഷിണാമൂർത്തിയുടെ 8ാമത് ചരമവാർഷിക ദിനമാണ്. സാധാരണ നിലയിൽ ആ ദിനാചരണ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഞങ്ങളുടെയെല്ലാം ഒരു രാഷ്ട്രീയ ഗുരുസ്ഥാനത്തുള്ള ആളാണ് ദക്ഷിണാമൂർത്തി മാഷ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ചരമദിന പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് അതിനുവേണ്ടിയാണ് ഞാൻ ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. രാവിലെ അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടന്നു, അനുസ്മരണ മീറ്റിംഗ് നടന്നു. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ചിലർ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അപ്പോൾ പാർട്ടി തീരുമാനം എന്താണ് എന്നുള്ളത് എന്നെ അവസാനമായി അറിയിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പം മിക്കവാറും ഇന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. ഉച്ചയ്ക്ക് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടി തീരുമാനം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാർട്ടി ഏത് തീരുമാനം എടുത്താലും ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതുവരെയും എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഞാൻ 1968 പാർട്ടി അംഗമായതാണ്. 1968 പാർട്ടി അംഗമായതിനു ശേഷം ഇത്രയും ഈ നീണ്ട കാലയളവിൽ പാർട്ടി തീരുമാനം അനുസരിച്ച് വിവിധ ചുമതലകൾ ഏറ്റെടുക്കാൻ ഞാൻ നിർബന്ധിതമായിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ, ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്തല്ല പാർട്ടി പ്രവർത്തനത്തിൽ എനിക്ക് കേന്ദ്രീകരിക്കേണ്ടി വന്നത്. പാർട്ടി തീരുമാനപ്രകാരം തീരുമാനിച്ച പ്രദേശങ്ങളിലെല്ലാം പോയി ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഓരോ ചുമതലയും ഏറ്റെടുത്തത്. അപ്പോൾ ഏത് ചുമതല പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാലും ആ തീരുമാനം നടപ്പിലാക്കുക, സാധ്യതയ്ക്കനുസരിച്ച് കഴിവിനൊത്ത് നടപ്പിലാക്കുക. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ച് പരിഹരിക്കുക. ഇത്തരമൊരു സമീപനം എടുത്തുകൊണ്ടാണ് എന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടർന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും പുതിയ തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ തീരുമാനത്തെയും ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ സമീപിക്കുന്നത്. അല്ല, അത് ടി.പി. രാമകൃഷ്ണന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. ടി.പി. രാമകൃഷ്ണനായിരിക്കും LDF-ന്റെ പുതിയ കൺവീനർ. ഇക്കാര്യം ഔദ്യോഗികമായിട്ട് എം.വി. ഗോവിന്ദൻ 3:30-ക്ക് വാർത്താ സമ്മേളനത്തിൽ അറിയിക്കും. E.P. ജയരാജനെ പുറത്താക്കേണ്ടി വന്ന, E.P. ജയരാജനെ മാറ്റേണ്ടി വന്ന സാഹചര്യവും എം.വി. ഗോവിന്ദൻ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നേരത്തെ നേതാക്കൾ പാർട്ടി സംസ്ഥാന സമിതിയിലേക്ക് വരുമ്പോഴുള്ള ദൃശ്യങ്ങളാണ്. പ്രതികരിക്കാൻ P. ജയരാജൻ അപ്പോൾ തയ്യാറായിരുന്നില്ല. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ദിവസമായിരുന്നു പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം E.P. ജയരാജൻ സമ്മതിച്ചത്. അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരമൊരു കാര്യം TG നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ രൂപത്തിൽ വന്നത്. അതിനു മുൻപ് ശോഭാ സുരേന്ദ്രൻ ചില കാര്യങ്ങൾ E.P. ജയരാജനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ അതെല്ലാം ആരോപണമായി നിൽക്കുന്ന സമയത്താണ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ള കാര്യം E.P. ജയരാജൻ സമ്മതിച്ചത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസമായിരുന്നു. ഇത് CPM-നെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കി മാറ്റുകയായിരുന്നു. അന്ന് മുഖ്യമന്ത്രിക്ക് പോലും E.P. ജയരാജനെ തള്ളിപ്പറയേണ്ടി വന്നു. അന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം ഇപ്പോൾ കാണാം. എല്ലാവരുമായും നല്ല സുഹൃത്ത് ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാവിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാവിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായെന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത്?
എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കു തെളിയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. ഇതിൽ സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ആ മനുഷ്യനാണെങ്കിൽ എങ്ങനെയായാലും എനിക്ക് പണം കിട്ടണം എന്ന ചിന്ത മാത്രമുള്ളയാളാണ്. ആരാണോ പണം കൊടുക്കുന്നത് അതിനനുസരിച്ച് വാദങ്ങൾ അണിനിരത്താൻ ഒരു മടിയുമില്ലാത്ത ഒരാൾ. വോട്ടെടുപ്പ് ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. അന്ന് ഇ പി ജയരാജനെ തള്ളിപ്പറയേണ്ടി വന്നു. മുഖ്യമന്ത്രിക്ക് പോലും ബി.ജെ.പി. നേതാവുമായുള്ള കൂടിക്കാഴ്ച പാർട്ടിക്ക് പൊറുക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ബി.ജെ.പിയുമായി ബന്ധം സ്ഥാപിക്കാൻ ഇ പി ജയരാജൻ ശ്രമിച്ചത്. പക്ഷേ ഇത്രയും മാസങ്ങൾ ഇതിനുവേണ്ടി സമയം എടുത്തു. വി അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്തായാലും പാർട്ടിയിൽ ഇത് ചർച്ചയാകും എന്ന കാര്യം ഉറപ്പായിരുന്നു. അത് നേരത്തെയും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളതുമാണ്. ഇന്നലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശക്തമായ വിമർശനമായിരുന്നു ജയരാജനെതിരെ ഉയർന്നു വന്നത്. അത് പ്രതിരോധിക്കാൻ പറ്റാത്ത നിലയിൽ വന്നപ്പോൾ ജയരാജൻ രാജി സന്നദ്ധത അറിയിക്കുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഇ പി ജയരാജൻ ഒഴിയണമെന്ന അഭിപ്രായം ഉയർന്നു വന്നത്. അത് ഇന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ എം വി ഗോവിന്ദൻ റിപ്പോർട്ട് ചെയ്തു. ഇ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റുകയാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. സംസ്ഥാന സമിതിയിൽ കാര്യമായ ചർച്ചയുണ്ടായില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചയും ഇ പി ജയരാജന്റെ വിശദീകരണം ഉണ്ടായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം കണ്ണൂരിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചത്. ഇ പി ജയരാജൻ ഈ നടപടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ തന്നെ ഇവിടെ നിന്ന് വിമാനത്തിൽ കണ്ണൂരേക്ക് പോയത്. സംസ്ഥാന സമിതി യോഗത്തിൽ ഇത് ചർച്ച ചെയ്യാൻ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കാതെ അദ്ദേഹം പോവുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നമ്മൾ നേരത്തെ കേട്ട പ്രതികരണം വന്നപ്പോൾ തന്നെ ഇ പി ജയരാജന്റെ CPM-ന്റെ ഭാവി എന്തെന്ന് വ്യക്തമായിരുന്നു. അത് ഇത്രനാൾ നീണ്ടുപോയി എന്ന് മാത്രം, അത് സംഘടനാപരമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി നീണ്ടുപോയതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പാർട്ടിയിൽ നടപടിയെടുത്തു എന്ന് പറയുമ്പോൾ ഒരു സംഘടനാ നടപടിയല്ല ഇ പിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇ പി ജയരാജന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. വളരെ പ്രധാനപ്പെട്ട ചുമതലയാണ് CPM-ൽ കൺവീനർ ഇടതുമുന്നണിയുടെ കൺവീനർ സ്ഥാനം. ആ ചുമതലയിൽ നിന്നാണ് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവിനെ മാറ്റിയത്. ബി.ജെ.പി. ബന്ധത്തിന്റെ പേരിൽ പലപ്പോഴും കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന പാർട്ടിയാണ് CPM. കോൺഗ്രസ് നേതാക്കൾ, പ്രധാന നേതാക്കൾ പോലും KPC അധ്യക്ഷൻ ഉൾപ്പെടെ ബി.ജെ.പിയിലേക്ക് പോകാൻ അവസരം കാത്തു നിൽക്കുന്നവരാണ്, ആ വണ്ടിയിൽ കയറാൻ കാത്തു നിൽക്കുന്നവരാണ് എന്ന വിമർശനമാണ് എക്കാലത്തും CPM ഉന്നയിക്കുന്നത്. അങ്ങനെയുള്ള CPM-ന്റെ സംസ്ഥാനത്തെ പ്രധാന നേതാവ്, മുന്നണിയുടെ കൺവീനർ ബി.ജെ.പിയുടെ പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അത് പാർട്ടി അറിയിക്കാതെ മറച്ചുവെക്കുന്നു. മാത്രമല്ല, അതിനുശേഷം ആ വിവരം പുറത്തു പറയാൻ അദ്ദേഹം തെരഞ്ഞെടുത്ത ദിവസം, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിലായിരുന്നു. അത് വലിയ തിരിച്ചടിയായി മാറി എന്ന. പക്ഷേ മുമ്പും ഇ പി ജയരാജൻ ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് പാർട്ടിയെ വെട്ടിലാക്കാറുണ്ട്. ചില സമയത്തെങ്കിലും ജയരാജനെതിരെ ഏത് പദവിയിലാണോ അദ്ദേഹം ഉള്ളത് അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ ബോണ്ട് വിവാദത്തിൽ മാറ്റുന്നു. അതുപോലെ തന്നെ മന്ത്രി പദവിയിൽ നിന്ന് മാറ്റുന്നു, അത് ബന്ധു നിയമനത്തിന്റെ പേരിൽ. പക്ഷേ അതിനും അപ്പുറം ഇവിടെ ഈ ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കണ്ടത്, ഇ പി ജയരാജൻ കണ്ടത്, അത് മുൻകൂട്ടി അറിയിച്ചുള്ള ഒരു വരവല്ലായിരുന്നു, ഒരു സന്ദർശനമല്ലായിരുന്നു എന്ന് ഇ പി ജയരാജൻ പറഞ്ഞതാണല്ലോ. പക്ഷേ അത് പാർട്ടി മുഖവിലേക്ക് എടുക്കാൻ മനസ്സ് കാട്ടിയില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതല്ലേ? ഇതിപ്പോൾ പാർട്ടിയെ അറിയിക്കാതെ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടത്തിയതാണല്ലോ ജയരാജനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം. ഇതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇ പി ജയരാജൻ തന്നെ ബി.ജെ.പിയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. 2 കൂടിക്കാഴ്ചകൾ രാമനിലയത്തിലും നടത്തി, ഡൽഹിയിലും നടത്തിയെന്ന്. ഇതും വിമർശന വിധേയമായിട്ടുണ്ടായിരുന്നോ പാർട്ടിയിൽ? ഇ പി ജയരാജൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് CPM-ൽ ആരും കരുതുന്നില്ല. അതുകൊണ്ട് അല്ല അദ്ദേഹത്തിനെതിരെ നടപടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ബി.ജെ.പി. നേതാവുമായി കൂടിക്കാഴ്ച നടത്തുക, അത് പാർട്ടിയെ അറിയിക്കാതിരിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ അച്ചടക്കലംഘനമായി CPM നേതൃത്വം കണ്ടത്. അവിടെയാണ് CPM-നെ ഇ പി ജയരാജന്റെ വീഴ്ച പറ്റിയതായി CPM വിലയിരുത്തുന്നത്. ഘടകകക്ഷികളടക്കം മുന്നണി കൺവീനറെ മാറ്റണമെന്ന ആവശ്യം അവരുടെ നേതൃത്വങ്ങൾ ഉയർന്നതാണ്. മറ്റു വഴികളില്ലാതെയാണ് ഇ പി ജയരാജന്റെ
ഈ പുറത്തുപോകലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിലപാട് അന്ന് തന്നെ വളരെ കർക്കശമായിരുന്നു. നടപടി വേണമെന്ന നിലപാടിലായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ അത് ഇത്ര ദിവസം ഈ സംസ്ഥാന സമിതിയിൽ സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന് സംസ്ഥാന സമിതി വരെ നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. മറ്റു വഴികളൊന്നുമില്ലാതെ തന്നെയാണ് ഇ.പി. ജയരാജൻ ഇപ്പോൾ സംസ്ഥാന കൺവീനർ, മുന്നണി കൺവീനർ സ്ഥാനത്ത് പടിയിറങ്ങുന്നത്. മഞ്ജുഷ, ശരി അരുൺ, ഒരു കാര്യം കൂടി, ഇപ്പോൾ പാർട്ടി ഇത് ഔദ്യോഗികമായിട്ട് തന്നെ ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഇ.പി.യെ LDF കൺവീനർ പദവിയിൽ നിന്ന് മാറ്റിയത്. ആ രീതിയിലുള്ള ഒരു വിശദീകരണമായിരിക്കുമോ നൽകാൻ പോകുന്നത്, അതോ പുതിയ ഒരാളെ നിയമിക്കുന്നു എന്ന ഒരു വിശദീകരണത്തിൽ ഒതുക്കുമോ? എങ്ങനെയായിരിക്കും അതിനെ, എങ്ങനെ ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ പറ്റും? നടപടിയായി തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ട് 3:30-ക്കാണ് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അദ്ദേഹം അറിയിക്കും. അതായത് ഇ.പി. ജയരാജനെ മാറ്റിയിരിക്കുന്നു, അത് പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയുടെ പേരിലാണ് എന്ന് തന്നെ CPM റിപ്പോർട്ട് ചെയ്തു പോകാനാണ് ധാരണയെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഒരു നടപടിയായി തന്നെ CPM ഇത് റിപ്പോർട്ട് ചെയ്യും. ഒരുപക്ഷെ വാർത്താക്കുറിപ്പുമായി ബന്ധപ്പെട്ട് നൽകാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഇ.പി. ജയരാജനെ മറ്റൊരാളെ കൊണ്ടുവരാൻ വേണ്ടി ഒഴിയുന്നു എന്നൊരു പ്രതീതി വരുത്താൻ CPM ശ്രമിക്കില്ല. കാരണം എത്ര ഉന്നത നേതാവായാലും സംഘടനാ ദൗർബല്യങ്ങൾ ഉണ്ടായാൽ, സംഘടനാ മത്സരങ്ങൾ ലംഘിച്ചാൽ, ഇത്തരത്തിൽ BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്താൽ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പായി കൂടി CPM എടുക്കുകയാണ്. തിരുവനന്തപുരം രേഖയുടെ ഭാഗമായാണ് ഈ നടപടിയും. സംഘടനയിലും സർക്കാരിലും തിരുത്തൽ വരുന്നതാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. ഇ.പി. ജയരാജനെ LDF കൺവീനർ പദവിയിൽ നിന്ന് മാറ്റുകയാണ്. LDF കൺവീനറായി പകരം വരുന്നത് TP രാമകൃഷ്ണനാണ്. 3:30-ക്ക് ഔദ്യോഗികമായിട്ട് ഈ വിവരം വാർത്താ സമ്മേളനത്തിൽ M.V. ഗോവിന്ദൻ അറിയിക്കും. പല തരത്തിലുള്ള പ്രതികരണം ഇക്കാര്യത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. ജയരാജനെ മാറ്റിയതിന് കാരണം ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച അല്ല എന്നാണ് മന്ത്രി GR അനിൽ പറഞ്ഞത്. മറ്റൊരാളെ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനമാണിതെന്നും GR അനിലിന്റെ പ്രതികരണം. അങ്ങനെ ബന്ധം ആലോചിച്ച് മാറ്റുന്നതല്ലല്ലോ. അതൊക്കെ കാലാകാലങ്ങളിൽ LDF ആലോചിച്ചിട്ട് നേതൃനിരയിലേക്ക് ആരെയാണോ നിശ്ചയിക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒരു ആരോപണത്തിൻ്റെയോ ആക്ഷേപത്തിൻ്റെയോ പേരിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഞാൻ കാണുന്നില്ല. മറ്റൊരാളെ കൊണ്ടുവരുന്നതിന് ഇ.പി.യെ മാറ്റി. അതെ, സ്വാഭാവികമായിട്ട് ഓരോ ഘട്ടങ്ങളിൽ അതത് കക്ഷികൾ, അതത് മുന്നണി ചർച്ച ചെയ്തിട്ടാണ് ലീഡർഷിപ്പിനെ തീരുമാനിക്കുന്നത്. അങ്ങനെ അല്ലാതെ വേറൊരു രീതി ഞാൻ കാണുന്നില്ല. അതായത് മുന്നണിയെ നയിക്കാൻ ഇ.പി. ജയരാജൻ എന്ന വ്യക്തി പോരാ എന്ന് പാർട്ടിക്ക് തോന്നി. ഞാനതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല. അത് LDF-ൽ പങ്കെടുക്കുന്ന നേതാക്കന്മാർക്ക് മാത്രമേ ആ ചർച്ചയുടെയും വിഷയങ്ങളുടെയും വികാരം അറിയാൻ കഴിയൂ. ഞാനതിൽ പങ്കെടുത്ത ആളല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയും. അതേസമയം ഇ.പി. ജയരാജനെ LDF കൺവീനർ പദവിയിൽ നിന്ന് മാറ്റുന്നത് ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. കോൺഗ്രസ് അന്ന് പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ തെളിയുകയാണ്. കേരളത്തിലെ CPM-ന് BJP-യുമായി ബന്ധമുണ്ടെന്നും VD സതീശൻ ആരോപിക്കുന്നു. കേരളത്തിലെ CPM-ന് BJP-യുമായി ബന്ധമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ LDF-ന്റെ കൺവീനറായിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ഇ.പി. ജയരാജന് BJP-യിലെ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷം. അന്ന് CPM-ഉം ഇ.പി. ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു. ഇപ്പൊ അത് സത്യമാണെന്ന് തെളിഞ്ഞു. പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു. മുകേഷിനെ രക്ഷിക്കുവാനുള്ള രാഷ്ട്രീയ ബോംബാണ് CPM-ന്റെ ഈ തീരുമാനമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. പാർട്ടി കമ്മീഷൻ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കെതിരെ പോലും പാർട്ടിയുടെ നടപടി ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഇ.പി.ക്കെതിരെ നടപടിയെടുത്തത് സംശയിക്കേണ്ടതാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ന്യൂസ് 18-നോട് പറഞ്ഞു. എനിക്കൊപ്പം ഉള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഇപ്പോൾ CPM-ൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. ഇ.പി. ജയരാജൻ രാജ്യസന്നദ്ധത അറിയിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നുള്ള പുറത്ത് നിൽക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ CPM-നകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നിരീക്ഷകരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പുറത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ച് കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ വേറൊരു വ്യതിയാനാണ്. ഏതായാലും CPM-നകത്ത് പഴയതുപോലെ എല്ലാം ഓർഡറിലാണ് എന്ന് വിശ്വസിക്കാനേ കഴിയില്ല. ഇ.പി.യുടെ ഒരു രാജിവെച്ചൊഴിയേണ്ട ഒരു സാഹചര്യം എന്ന് തന്നെയാണോ വിലയിരുത്തുന്നത്? ഇ.പി.യെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്ഷേപം എന്താ? അത് പാർട്ടിയാണ് പ്രമുഖമായും തീരുമാനമെടുക്കേണ്ടത്. നമുക്ക് പുറത്തു നിൽക്കുന്ന നിഷ്പക്ഷരെന്നുള്ള നിലയിലുള്ള ഒരു നിഗമനം മാത്രമേ ഉണ്ടാകൂ. ഇ.പി.യെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു കൂടിക്കാഴ്ചയാണ്.
അതിനുശേഷം മാർക്സിസ്റ്റ് പാർട്ടി ഒന്നും കൂടിയിട്ടേയില്ലേ? അവരിതൊന്നും അറിഞ്ഞേയില്ലേ? അവരൊരു നടപടിയെക്കുറിച്ച് ചിന്തിച്ചേയില്ലേ? അവർ ഈ സമയത്ത് ഇത് പറയാനുള്ള കാരണം എന്താ? അന്നുള്ള കാര്യം ഒന്നുകിൽ മൂടി വെക്കുന്നതിന് വേണ്ടി ഇവർ കണ്ണടച്ചു കൊടുത്തു. അതല്ലെന്ന് വരികിൽ അവർക്ക് കൂടി ചെറിയ മനസ്സറിവോടുകൂടിയാണ് ഇത് നടന്നത് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മുകേഷിനെ കുറിച്ചുള്ള നടപടികളൊക്കെ ആലോചിക്കാനിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇങ്ങനൊരു വാർത്ത വരുന്നത്. അതിലൊരു സംശയകരമായ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല, മുകേഷിലത് മുങ്ങുമല്ലോ. അതുകൊണ്ട് മുകേഷിനെ മുക്കുന്നതിന് വേണ്ടി, മുകേഷിൻ്റെ വാർത്ത അധികം പുറത്ത് വരാതിരിക്കുന്നതിന് വേണ്ടി പൊളിറ്റിക്കലായിട്ടൊരു വലിയ വാർത്ത ബോംബ് കൊണ്ട് പൊട്ടിക്കുകയാണ്. ആ പുകമറയ്ക്കകത്ത് മുകേഷ് രക്ഷപ്പെട്ടു പോകും. അതാണിപ്പോൾ നടക്കുന്നത്. ഇ പിക്ക് ഒരു നടപടി നേരിടേണ്ട ഒരാളാണോ ഇ പി ജയരാജൻ്റെ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ഇ പി ജയരാജൻ എന്താ ഉള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും. കുറച്ച് ഔട്ട് സ്പോക്കണാണ്. അദ്ദേഹത്തിന് കുറച്ച് ഫ്രണ്ട്ഷിപ്പുണ്ട്. അത് എല്ലാ പാർട്ടികളിലും ഉണ്ട്. അദ്ദേഹത്തിന് ഫ്രണ്ട്ഷിപ്പ് കുറവുള്ളത് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമാണ്. ബാക്കിയുള്ളിടത്തെല്ലാം അദ്ദേഹത്തിന് നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ഉള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാതൃപ്രസ്ഥാനമാണ് ഏത് രൂപത്തിലുള്ള നടപടി എടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ആളുകളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കല്ലേ. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് രണ്ട് സമീപനം നമ്മൾ കാണുകയല്ലേ. ഒന്ന്, പാർട്ടി തന്നെ വെച്ച അന്വേഷണ കമ്മീഷൻ തെറ്റുകാരെന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ പോയിട്ടുള്ള ചില കേസുകൾ. രണ്ട്, എടുത്ത നടപടികൾ തന്നെ വളരെ ദുർബലമാക്കി കൊണ്ടുപോയിട്ടുള്ള കേസുകൾ. മൂന്ന്, അവരൊരു കഠിന നടപടിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള വേറെ കേസുകൾ. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കാണുകയല്ലേ. പക്ഷേ ഈ അടുത്ത കാലത്തുണ്ടായ എല്ലാ സംഭവങ്ങളിലും ഒരേ മാനദണ്ഡത്തിലാണോ നടപടി വന്നത്? അല്ലല്ലോ. ഇപ്പം ബലിയാടാക്കുന്നു എന്നൊരു തോന്നലുണ്ടോ? ആണല്ലോ. ഞാൻ പറഞ്ഞു വന്നത് അതുതന്നെയാണ്. ഒരേ രൂപത്തിലല്ലല്ലോ. ഞാൻ വ്യക്തികളുടെ പേര് പറയുന്നില്ല. പക്ഷേ ആ പാർട്ടി എടുത്തിരിക്കുന്ന നടപടികൾക്കെല്ലാം ഒരു ഏകദേശമുള്ള ഒരേ മാനദണ്ഡം വരുന്നില്ല. കുറച്ച് വ്യത്യസ്തമാണ്. കുറച്ച് ചില വാളിന് വളരെ മൂർച്ച കൂടുതലാണ്. ചിലത് അവരിങ്ങനെ തഴുകി വിടുകയാണ്. ഏതാണ്ട് സാവകാശം തഴുകി വിടുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു എസ് പിയും പി വി അൻവർ MLAയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നു. എങ്ങനെയാണ് താങ്കളൊരു മുൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ അതിനെ കേട്ട് മനസ്സിലാക്കുന്നത്? യഥാർത്ഥത്തിൽ പോലീസിനകത്തുള്ള നിയന്ത്രണം തീർന്നല്ലോ. ഇത് കയറ് പൊട്ടിയ പട്ടം പോലെ പോവുകയാണ്. ആരാ പിടിച്ചു നിർത്താൻ? ആരാ ഇതിനെക്കുറിച്ചൊരു നിയന്ത്രണ രേഖ ആർക്കാ ഉള്ളത്? ഏറ്റവും നല്ല ഓഫീസേഴ്സ് എല്ലാം സത്യം പറഞ്ഞാൽ പുറത്തിരുന്ന് ചിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുറത്തെ ജനങ്ങൾ അറിഞ്ഞാൽ കേരള പോലീസിനെ കുറിച്ച് എന്ത് കരുതും? കേരള പോലീസ് സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനേക്കാൾ വളരെ ഗംഭീരമാണെന്നും അതിനെ ഒരു കാരണവശാലും ബീറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല എന്നും ഈ അടുത്ത കാലത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതാണോ സ്കോട്ട്ലൻഡ് യാർഡിൽ നടക്കുന്നത്? ഇതാണ് ആ ഒരു പോലീസിങ് സിസ്റ്റം. കേരള പോലീസ് ആക്റ്റുണ്ട്. ആ ആക്ടിനകത്ത് ചില കാര്യങ്ങൾ പോലീസിൻ്റെ നടപടികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നടക്കുന്നത് അതൊന്നുമല്ല. ഷോർട്ട് സർക്യൂട്ടാണ്. എല്ലാറ്റിനും ഷോർട്ട് സർക്യൂട്ടാണ്. MLA ആണ് ഭരിക്കുന്നതെന്ന് പോലും തോന്നും അതിൽ പല കാര്യങ്ങളും കേട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. MLAയുമായിട്ട് ഒരു SP നടത്തിയിരിക്കുന്ന സംഭാഷണം, ഞാൻ അതിൻ്റെ കാര്യത്തിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ ആ SP പറഞ്ഞത് ന്യായമാണ് എന്ന് വരികിൽ യഥാർത്ഥത്തിൽ കേരള പോലീസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ പറ്റിയല്ലേ. ഈ SP ഒരു സത്യസന്ധനായതുകൊണ്ടുള്ള കാര്യമെല്ലാം തൊട്ടി തുറന്ന് പറഞ്ഞിട്ടേ ഉണ്ടാകൂ. അതാണ് വരുന്നത്. അതാണ് ഇവിടുത്തെ സ്ഥിതി. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇ പി ജയരാജനെ കുറിച്ചുള്ള വിഷയങ്ങൾ തന്നെയാണ്. ഇ പിയെ ബലിയാടാക്കുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18. മുകേഷിനെതിരെയുള്ള നടപടി ആവശ്യം അത് അപ്രസക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇ പിക്കെതിരെ നടപടിയെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. മോഹൻലാൽ ഇപ്പോൾ തലസ്ഥാനത്ത് പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിങ്ങിലാണ് മോഹൻലാൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം സംസാരിക്കുകയാണ് ലോഞ്ചിങ്ങിന് ശേഷം. എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്ക്വാഡിൽ ഉണ്ടായിരുന്ന മലയാളിയ സുനിൽ വത്സനെ നമ്മൾ മറക്കില്ല. കളിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും ടീമിലെ സുനിലിന്റെ സാന്നിധ്യം അന്നു മുതലേ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരങ്ങൾ ഒന്നാണ്. പിന്നീട് ഇന്ത്യ ലോകകപ്പ് നേടിയ ഓരോ തവണയും ടീമിൽ മലയാളി കളിക്കാരുണ്ടായിരുന്നു. 2007 T20 ലോകകപ്പിൽ ശ്രീശാന്ത് എന്ന മിടുക്കന്റെ ഉശിരൻ ക്യാച്ചിലൂടെയാണ് ഇന്ത്യ ലോകകപ്പ് നേടിയത്.
2011 ഇന്ത്യ ലോകകപ്പ് നേടുമ്പോഴും ശ്രീശാന്ത് ടീമിലുണ്ടായിരുന്നു. ഇത്തവണ ആ ഭാഗ്യം ലഭിച്ചത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. സുനിൽ വത്സൻ കണ്ണൂരുകാരനായിരുന്നെങ്കിൽ ശ്രീശാന്ത് എറണാകുളത്തുകാരനാണ്, സഞ്ജു തിരുവനന്തപുരംകാരനും. വടക്ക് നിന്ന് തെക്ക് വരെ കേരളം ക്രിക്കറ്റിന്റെ ലോകകപ്പിൽ ഭാഗമായെന്നാണ് അതിനർത്ഥം. ഇനിയും ഇടവേളകളില്ലാത്ത ഇന്ത്യൻ ടീമിൽ മലയാളികളുടെ സാന്നിധ്യമുണ്ടാകാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള ശക്തമായ തുടക്കമായിരിക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കേരള ക്രിക്കറ്റ് ലീഗ്. ക്രിക്കറ്റ് കളി പോലെ തന്നെ ഒരു പകൽ നീണ്ടുവന്ന വാശിയേറിയ ഒന്നായിരുന്നു കളിക്കാർക്ക് വേണ്ടി നടന്ന ലേലം. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആ ലേലത്തിൽ അണിനിരത്തിയ 170 കളിക്കാരിൽ നിന്നാണ് 6 ടീമുകൾ തങ്ങളുടെ കളിക്കാരെ സ്വന്തമാക്കിയത്. ബേസ് പ്രൈസിൽ നിന്ന് 9 ഇരട്ടി വരെ തുക നൽകി ജൂനിയറായ കളിക്കാരെ പോലും അവർ ടീമിൽ ഉൾപ്പെടുത്താൻ തയ്യാറായത് ഓരോ കളിക്കാരെയും ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് കാണുന്നത്. ഇത്തരത്തിൽ ഗംഭീരമായ സെലക്ഷൻ നടത്തിയ ഫ്രാഞ്ചൈസികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർ കേരളത്തിലെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നു. ക്രിക്കറ്റ് കളിക്കുന്ന അതിന്റെ ജീവവായുവായ അതിനെ കൊണ്ടു നടക്കുന്ന യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതും വിലപ്പെട്ടതുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാടത്തും പറമ്പിലും തീരത്തുമൊക്കെയായി ഓലമടലും ഓലപ്പന്തുമൊക്കെ ഉപയോഗിച്ച് ക്രിക്കറ്റ് കളിച്ചിരുന്ന ബാല്യമായിരുന്നു ഞങ്ങളുടേത്. ഇതൊക്കെ കേട്ടാൽ ഇന്ന് ക്രിക്കറ്റ് കളിയിലെ തുടക്കക്കാർക്ക് അത്ഭുതമായിരിക്കും. ഇന്നത്തെ തലമുറ ധോണി മുതൽ സഞ്ജു സാംസൺ വരെ കയ്യൊപ്പിട്ട ബാറ്റുകളേന്തിയാണ് കളി പഠിക്കാനിറങ്ങുന്നത്. ഇന്ന് ക്രിക്കറ്റ് പരിശീലിക്കാൻ മികച്ച അവസരമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളും കളിക്കാർക്ക് നൽകുന്നത്. കേരളത്തിലുടനീളം പടർന്നു കിടക്കുന്ന ഗ്രൗണ്ടുകൾ, നല്ല പരിശീലകർ, അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഫലമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ കേരളത്തിന് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്നത്. വനിതാ ഇന്ത്യൻ ടീമിൽ ഈ വർഷം 3 മിടുക്കികളാണ് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. മിന്നുമണി, ആശ ശോഭന, സജന സലീവൻ. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഇതുതന്നെ ധാരാളമാണ്. ഒരു കൂട്ടം ക്രിക്കറ്റ് താരങ്ങളെ സൃഷ്ടിക്കാൻ സാധിച്ച കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഇനി ഇക്കാര്യത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനവർക്ക് സാധിക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. അതിന് തുടക്കമാകട്ടെ കേരള ക്രിക്കറ്റ് ലീഗ്. നമുക്ക് ഒന്നിച്ച് ക്രിക്കറ്റ് കളിയുടെ ഓണാഘോഷത്തിന് തുടക്കമിടാം. എല്ലാവർക്കും ആശംസകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ എങ്ങനെ നമ്മൾ ഒന്നിച്ചങ്ങ് കളിക്കാനിറങ്ങിയല്ലേ? എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ആൻഡ് എല്ലാവർക്കും ഈ ഫ്രാഞ്ചൈസി ആൻഡ് ഓണേഴ്സിനും ഇവിടെ കളിക്കാൻ പോകുന്ന എല്ലാവർക്കും, പ്ലേയേഴ്സിനും, ഇനി കളിക്കാൻ വരുന്ന ആൾക്കാർക്കും, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, പ്രാർത്ഥനകൾ. ജയ് ഹിന്ദ്. Thank you so much, sir. Mohanlal sir, sir, requesting you to please stay back. Thank you so much once again for your words on sports as part of the grand launch of Kerala Cricket League. തീർച്ചയായിട്ടും സാറിന്റെ സാന്നിധ്യം ഈ ഒരു വേദിയിൽ നൽകുന്ന ഒരു സപ്പോർട്ട് വളരെയധികം വലുതാണ്. അടുത്തതായിട്ട് ഈ വേദിയിൽ നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് ദ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു ഒഫീഷ്യൽ ആന്തം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ആണ് അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വേദിയിൽ കാണാൻ പോകുന്നത്. വി ഹാവ് ശ്രീ മോഹൻലാൽ ഹിയർ വിത്ത് us. മോഹൻലാൽ സാർ ഉണ്ട്. സാറിനോട് അഭ്യർത്ഥിക്കാണ് ഫോർ ദ ലോഞ്ച് ഓഫ് ദ KCL anthem. The Kerala Cricket Association has prepared an official anthem for the Kerala Cricket League, which beautifully depicts the love and spirit of cricket in Kerala. So once again inviting Lalitan to launch the official anthem of the Kerala Cricket League. അപ്പൊ എങ്ങനെ നമ്മൾ ഒരുമിച്ച് കളിക്കാൻ ഇറങ്ങുമല്ലേ?
തീർച്ചയായിട്ടും കേരളത്തിന്റെ ട്രഡീഷൻ അല്ലെങ്കിൽ കൾച്ചറിന് മുൻതൂക്കം നൽകിയിട്ടുള്ള ഒരു മ്യൂസിക് തന്നെയാണെന്ന് നമുക്ക് KCL ആന്തത്തിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. മോഹൻലാൽ സാറിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ KCL ആന്തം ഇന്നിവിടെ ലോഞ്ച് ചെയ്തത്. സോ മേ ഐ പ്ലീസ് റിക്വസ്റ്റ് എവരിവൺ ടു പ്ലീസ് ഗിവ് എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ് വൺസ് അഗൈൻ. യെസ്, താങ്ക് യു സോ മച്ച്. അടുത്തതാഴ്ച വളരെയധികം നമ്മൾ ഉറ്റുനോക്കിയിരുന്ന അടുത്തൊരു ലോഞ്ച് ആണ്, ഒരു അൺവീലിംഗ് ആണ് ഈ ഒരു വേദിയിൽ നമ്മൾ ദർശിക്കാൻ പോകുന്നത്. നമ്മളുടെ കൂടെ ഇപ്പം മോഹൻലാൽ സാർ ഉണ്ട്. ഈ ഒരു വേദി ഇപ്പം ഇൻകംപ്ലീറ്റ് ആണ്. സോ ഫോർ ദി അൺവീലിംഗ് സെറമണി ഓഫ് ദി KCL ട്രോഫി we would love to also have our honorable sports minister Sri V. Abdul Rahman. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിംഗ് ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ടീമുകളെ മോഹൻലാൽ പരിചയപ്പെടുത്തും, ക്യാപ്റ്റന്മാരെ പരിചയപ്പെടുത്തും. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ്ങിന് ശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടന്മാർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളും ഇതേക്കുറിച്ച് മോഹൻലാൽ പ്രതികരിക്കുമോ എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വി വിനോദുണ്ട്. ഹയാത്ത് റീജൻസി തിരുവനന്തപുരത്താണ് ഈ ചടങ്ങ് നടക്കുന്നത്, KCLന്റെ ഔദ്യോഗികമായ ലോഞ്ചിങ്. വിനോദ്, എപ്പോൾ മാധ്യമങ്ങളെ കാണും മോഹൻലാൽ? ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നു കഴിഞ്ഞതല്ലേ? മഞ്ജുഷ, ഇന്ന് മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമെന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന വിവരം കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു. ഈ KCLന്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ്. അത് കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത്. പക്ഷെ അതിന് പൂർണ്ണമായും ഒരു സ്ഥിരീകരണമായിട്ടില്ല. ഏതായിരുന്നാലും അദ്ദേഹം ഇപ്പോഴും ഈ പരിപാടി നടക്കുന്ന ഹോട്ടലിൽ തുടരുകയാണ്. അമ്മയിൽ കൂട്ടരാജി ഉണ്ടായ ശേഷം മോഹൻലാലിന്റെ ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറുമ്പോഴും എന്തുകൊണ്ട് രാജി, ധാർമ്മികതയുടെ പേരിൽ എന്നൊക്കെ ഉള്ള ഒരു വിശദീകരണം, അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങളെ കാണുന്നതിനോ ആ കാര്യത്തിൽ സംസാരിക്കുന്നതിനോ മോഹൻലാൽ തയ്യാറായിരുന്നില്ല. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ, നേരത്തെയുള്ള വിവാദങ്ങൾ, ഇതെല്ലാം പവർ ഗ്രൂപ്പ്, ഈ പവർ ഗ്രൂപ്പിൽ മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ തന്നെയാണ് പവർ ഗ്രൂപ്പ് എന്ന നിലയിൽ പലരും ആ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അമ്മയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാലിൽ നിന്ന് പ്രതികരണം ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ന് അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്ന് കരുതുന്നു. മാത്രമല്ല, പ്രധാനപ്പെട്ട താരങ്ങൾക്കെതിരെ ഇപ്പോ സംവിധായകനായ രഞ്ജിത്ത്, സിദ്ദിഖ്, ജയസൂര്യ, മുകേഷ് തുടങ്ങി സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്ന സാഹചര്യം, ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്ന സാഹചര്യം. ഈ സമയത്ത് മോഹൻലാലിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം പ്രതികരിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിങ് ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഔദ്യോഗികമായിട്ട് മോഹൻലാൽ ലോഞ്ചിങ് നടത്തി കഴിഞ്ഞു, അതിന്റെ പ്രഖ്യാപനവും നടത്തി. കേരള ക്രിക്കറ്റ് ലീഗിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ട്രോഫിയുടെ അനാവരണം കഴിഞ്ഞു. അത് കായിക മന്ത്രി V. അബ്ദുൾ റഹ്മാനാണ് നിർവഹിച്ചത്. വിനോദിനി, ടീമുകളെ പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങ് കൂടിയില്ലേ? അത് കഴിഞ്ഞായിരിക്കുമോ മോഹൻലാൽ മാധ്യമങ്ങളെ കാണുക? എന്താണ് ഈ ചടങ്ങ് എത്ര സമയം നീണ്ടു നിൽക്കുമെന്നാണ്? മഞ്ജുഷ, ഇന്ന് മോഹൻലാലിന് തിരുവനന്തപുരം നഗരത്തിൽ 3 പരിപാടികളാണുള്ളത്. അദ്ദേഹം ബേബി ജോൺ അനുസ്മരണത്തിൽ പങ്കെടുക്കുന്ന, അത് കഴിഞ്ഞിട്ട് ഈ പരിപാടിക്ക് ശേഷമാണ് ബേബി ജോൺ അനുസ്മരണം ഉള്ളത്. അതിനുശേഷം നിശാഗന്ധിയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ ഇപ്പോൾ KCLന്റെ ഒരു ഔദ്യോഗികമായ ചടങ്ങാണ് നടക്കുന്നത്. ലോഞ്ചിങ് ചടങ്ങാണ്. അത് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ടീം ഉടമകളുമായുള്ള ഒരു സംഭാഷണം അതൊക്കെ തന്നെ അദ്ദേഹം നടത്തി കഴിഞ്ഞു. ചടങ്ങ് തുടരുകയാണ്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ചടങ്ങ്. മോഹൻലാൽ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. അദ്ദേഹം ഇന്നിവിടെ മാധ്യമങ്ങളെ കാണും, അതിനുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത്. പക്ഷേ സമയത്തിന്റെയൊക്കെ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ് 2:30 മണിക്ക് അദ്ദേഹത്തിന് അടുത്ത പരിപാടി സ്ഥലത്തേക്ക് പോകണം. ഇനി 1 മണിക്കൂർ മാത്രമാണ് അതിൽ അവശേഷിക്കുന്നത്. അതിനുശേഷം വൈകിട്ട് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടിയാണ്. ആ പരിപാടിയിലേക്കും പോകേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ ഹോട്ടലിൽ തന്നെ, ഇവിടെ ഇപ്പോൾ അദ്ദേഹം തുടരുന്ന ഈ ഹോട്ടലിൽ തന്നെ അല്പസമയം കഴിയുമ്പോൾ മാധ്യമങ്ങളെ കാണാനുള്ള
ഒരു സാധ്യത ഉണ്ട്. മഞ്ജു, പക്ഷെ അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് നടത്തിയിട്ടില്ലല്ലോ, ഇല്ലേ? എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുന്നതിന് വേണ്ടി, ഒരു വാർത്താ സമ്മേളനത്തിന്റെ രൂപത്തിൽ നടത്തുന്നതിന് വേണ്ടി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അവിടെ ഹയാത്ത് റീജൻസിയിൽ. ഇല്ല, ഇപ്പോഴും അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല. മറ്റ് ഹാളുകൾ എവിടെയെങ്കിലും ഒരിടത്ത് ആ തരത്തിലുള്ള സംവിധാനം, അതിനുള്ള സാധ്യത നോക്കുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാ ഹാളുകളിലും പരിപാടി നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും മറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഈ ഹോട്ടലിലെ തന്നെ ഒരിടത്ത് അദ്ദേഹത്തിന് മാധ്യമങ്ങളെ കാണാനുള്ള സൗകര്യം ഒരുക്കാനുള്ള സംവിധാനം ഉണ്ടാകുമോ എന്നതാണ്. ഇവിടെ തന്നെ അദ്ദേഹം കാണുകയാണെങ്കിൽ ഈ ആളുകളെല്ലാം ഒഴിഞ്ഞ ശേഷമായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം ഇതിനുള്ളിലാണെങ്കിൽ മാധ്യമങ്ങളെ കാണുക. ഏതായിരുന്നാലും അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം KCയുടെ തന്നെ ഔദ്യോഗിക ഗ്രൂപ്പിൽ ഒരു വിവരമായി അറിയിപ്പായി വന്നത്. പക്ഷേ അദ്ദേഹം ഇന്ന് കാണണോ എന്ന കാര്യത്തിൽ പൂർണ്ണമായ ഒരു സ്ഥിരീകരണമില്ല. ശരി വിനോദ്, എന്തായാലും ആ ചടങ്ങ് കഴിയാറായി. അതിനുശേഷം മോഹൻലാൽ പ്രതികരിക്കുമോ എന്ന് നോക്കാം. അതിനുശേഷം 2:30 അദ്ദേഹത്തിന് മറ്റൊരു പരിപാടിയുണ്ട്. വൈകിട്ട് തന്നെ നിശാഗന്ധിയിൽ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ പരിപാടിയിലും മോഹൻലാലിന് പങ്കെടുക്കേണ്ടതുണ്ട്. എന്തായാലും മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ ഇവിടെ വെച്ച് ഈ ഹയാത്ത് റീജൻസിയിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണുവാനാണ് സാധ്യത ഉള്ളത്. ഈ ചടങ്ങിന് ശേഷം മോഹൻലാൽ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കില്ല. CPM സംസ്ഥാന സമിതിയിൽ ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. MLA-മാർ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ രാജിവെക്കുന്ന ഒരു കീഴ്വഴക്കമില്ല എന്നുള്ളതാണ് CPM-ന്റെ നിലപാട്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ CPM വ്യക്തത വരുത്തിയതാണ്. പക്ഷേ വലിയ സമ്മർദ്ദം ഇക്കാര്യത്തിൽ പാർട്ടിക്ക് മേലുണ്ടായിരുന്നു. VV അരുൺ ചേരുകയാണ്. അരുൺ, അങ്ങനെ വരികയാണെങ്കിൽ CPI-യുടെ സമ്മർദ്ദവും അതുപോലെ തന്നെ ഇടത് സഹയാത്രികരായ ഒട്ടേറെ ആളുകൾ മെമ്മോറാണ്ട രൂപത്തിൽ പോലും കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പക്ഷേ പാർട്ടി ഇക്കാര്യത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ട. മുകേഷ് MLA സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ടത് തന്നെയാണ് CPM-ന്റെ തീരുമാനം. മുന്നണിക്കുള്ളിൽ നിന്നും അതുപോലെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും, അത് പൊളിറ്റ് ബ്യൂറോ അംഗ ബൃന്ദാക്കാരട്ട് മുതൽ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ വരെ അത്തരമൊരു സമീപനം സ്വീകരിച്ചാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് മുകേഷ് രാജിവെക്കേണ്ട നിലപാടിലേക്ക് തന്നെ CPM എത്തുകയാണ്. അത് പറയുന്ന കാരണം, ഒരു ആരോപണത്തിന്റെ പേരിൽ ഒരു മന്ത്രി രാജിവെച്ചാൽ മന്ത്രിക്ക് തിരികെ വരാനുള്ള അവസരമുണ്ടാകും. എന്നാൽ MLA-ക്ക് അതുണ്ടാകില്ല. MLA ഒരിക്കൽ രാജിവെച്ചാൽ അത് രാജി സ്വീകരിക്കപ്പെടുകയും പിന്നീട് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലൂടെ മറ്റാരെങ്കിലും വിജയിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് MLA-ക്ക് അത്തരത്തിലൊരു ആരോപണത്തിന്റെ പേരിൽ മാത്രം രാജിവെക്കുന്നത് ശരിയായ കീഴ്വഴക്കമാകില്ല. UDF-ന്റെ 2 MLA-മാർ, കോൺഗ്രസിന്റെ MLA-മാരുടെ കാര്യമൊക്കെ CPM നേരത്തെ വിശദീകരിച്ചതാണ്. അതേ നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. പകരം മുകേഷിനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റി നിർത്തും. അത് സർക്കാർ വൈകാതെ അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കും. അതിനപ്പുറത്തേക്ക് MLA സ്ഥാനം മുകേഷ് രാജിവെക്കേണ്ട എന്ന് തന്നെയാണ് CPM-ന്റെ തീരുമാനം. കൊല്ലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് CPM ആഗ്രഹിക്കുന്നില്ല. ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും അവിടെ ഒരു ജയസാധ്യത സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും കഴിയാത്ത അവസ്ഥ CPM-നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് മുകേഷ് രാജിവെക്കേണ്ടുന്ന നിലപാടിലേക്ക് CPM എത്തുന്നത്. കോടതി വിധിയോ അല്ലെങ്കിൽ കോടതി ഇടപെടലോ ഉണ്ടായാൽ മാത്രമാകും അതിൽ മറിച്ചൊരു ചിന്ത ഉണ്ടാവുക. കോടതി തെളിയിക്കേണ്ട കാര്യങ്ങൾ എന്ന നിലപാടിലേക്ക് CPM മാറുകയാണ്. മാത്രമല്ല, ഈ മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീക്കെതിരെ ചില തെളിവുകൾ മുകേഷ് പാർട്ടിക്കും കൈമാറിയിട്ടുണ്ട്. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾക്ക് തെളിവുകൾ മുകേഷ് CPM നേതൃത്വത്തിന് കൂടി കൈമാറിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് പരിഗണിച്ചുകൊണ്ടാകാം ഒരുപക്ഷെ മുകേഷ് രാജിവെക്കേണ്ട നിലപാടിലേക്ക് CPM എത്തിച്ചേർന്നത്. ശരി, മുകേഷ് രാജിവെക്കേണ്ട എന്നാണ് ഇപ്പോൾ CPM-ന്റെ തീരുമാനം. നേരത്തെ തന്നെ CPM ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ വലിയ സമ്മർദ്ദമുണ്ടായിട്ടുകൂടി മുകേഷ് രാജിവെക്കേണ്ട എന്ന നിലപാടിലേക്ക് തന്നെ CPM നിൽക്കുകയാണ്. മുകേഷിന്റെ രാജിക്കാര്യത്തിൽ CPI പരസ്യ പ്രസ്താവന നടത്തുമെന്ന് മന്ത്രി GR അനിൽ. ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവന പാർട്ടി ഇതുവരെ നടത്തിയിട്ടില്ല. ആനി രാജ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. മുകേഷ് MLA-യുടെ രാജിയെ സംബന്ധിച്ച് CPI പരസ്യമായിട്ട് പറഞ്ഞില്ലല്ലോ. അങ്ങനൊരു വിഷയം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടോ? വിനോദ് വിശ്വം കൃത്യമായ നിലപാട് ഇല്ല, വിനോദ് വിശ്വം പറഞ്ഞത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം അത് LDF-ന്റെ ലീഡർഷിപ്പുമായിട്ട് സംസാരിച്ചതായിട്ട് മാധ്യമങ്ങൾ പറഞ്ഞു. ആനിരാജ പറയേണ്ടതാണോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കിയല്ലോ. കേരളത്തിലെ ആ വിഷയത്തിലുള്ള നിലപാട് എന്താണെന്ന് പരസ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയിലേക്ക് സംസ്ഥാന ദേശീയ തല നിലപാടില്ല. അല്ലല്ല, ദേശീയ തല നിലപാട് പറയേണ്ട ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാനതല നിലപാട് പറയേണ്ട സംസ്ഥാന സെക്രട്ടറിയാണ്. സിനിമാ മേഖലയിൽ ഉയർന്നു വന്ന പരാതികളിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും നിയമവാഴ്ച ഉറപ്പുവരുത്തണമെന്നും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. സിനിമാ മേഖല തകർന്നു പോകാതിരിക്കാൻ ജാഗ്രതയും വേണം. സിനിമാ മേഖലയിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുന്നതിനോടൊപ്പം അപവാദങ്ങളുടെ തലത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും PS ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു. നിയമത്തിന്റെ വഴിക്ക് പോകണം. അതിന് ആളുകൾ യോജിച്ച് നിൽക്കണം. മറിച്ച്
അപവാദങ്ങളുടെ തലത്തിലേക്കെല്ലാം പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്, എല്ലാ രംഗത്തുണ്ട്, സിനിമാ രംഗത്ത് മാത്രമല്ല. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം, ഒത്തൊരുമ ഉണ്ടാകുകയും വേണം. അതേ സമയത്ത് കുറ്റത്തെ ശിക്ഷിക്കപ്പെടുന്നതാണ് ഇതാണ് എന്റെ അഭിപ്രായം. അല്ലാതെ ദോഷകരമായി ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതൽ ഇതോടൊപ്പം ഉണ്ടാകണം. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും നിയമവാഴ്ച ഉറപ്പുവരുത്തുകയും സുരക്ഷിതത്വം എല്ലാവർക്കും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഇൻഡസ്ട്രി തകർന്നു പോകാതിരിക്കാൻ ഉള്ള ജാഗ്രത എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണമെന്നാണ് എന്റെ അഭിപ്രായം. അവസരം കിട്ടാൻ ചൂഷണത്തിന് നിന്നുകൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഉള്ളതെന്ന് വെളിപ്പെടുത്തി പ്രമുഖ കോൺഗ്രസ് വനിതാ നേതാവ് ഹേമ കമ്മിറ്റി മോഡൽ കമ്മിറ്റി രാഷ്ട്രീയത്തിലും കൊണ്ടുവരണമെന്നാണ് സിമി റോസ്ബെൽ ജോൺ ആവശ്യപ്പെട്ടത്. അവസരം കിട്ടാൻ കോൺഗ്രസിൽ ചൂഷണത്തിന് നിന്നുകൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്നും AICC അംഗവും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ സിമി റോസ്ബെൽ ജോൺ ന്യൂസ് 18നോട് പറഞ്ഞു. അവരുടെ വാക്കുകൾ അവസരത്തിന് വേണ്ടി അങ്ങനെ ചൂഷണങ്ങൾക്ക് നിൽക്കേണ്ട സ്ഥിതി കേരള രാഷ്ട്രീയത്തിൽ ചുരുക്കമെങ്കിലും ഉണ്ടാകുന്നുണ്ട് എന്നാണോ? ഉണ്ടാവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇല്ല എന്ന് പറയുന്നത് ഒരു എന്നോട് തന്നെയുള്ള ഒരു നീതി നിഷേധമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശോഭന ജോർജ് ആണെങ്കിലും പത്മജ വേണുഗോപാൽ ആണെങ്കിലും ഷാഹിദ കമാൽ ആണെങ്കിലും ഇതൊന്നും കോൺഗ്രസ് പാളയത്തിലുള്ള വനിതാ നേതാക്കളല്ല. ഇവൻ ലതിക സുഭാഷ് ഞാൻ ഒരു ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വരികയാണ്. അപ്പോൾ അദ്ദേഹം ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിട്ട് അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് വരുവാണ്. ഞങ്ങളുടെ ഒരു ജില്ലയിലുള്ളൊരു സമ്മേളനമായിരുന്നു. അപ്പോൾ ഉടനെ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു, മഹിളാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി വന്നിട്ടുണ്ട്, ഞാൻ സിമിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചോട്ടെ, കാരണം ഇവിടെ എല്ലാ പ്രവർത്തകരും വെയിൽ കൊണ്ട് നിൽക്കുവാണ്, 12:30 മണിയായി. അപ്പോൾ അദ്ദേഹം പിന്നെ എത്താൻ 2 മണിക്കൂറും കൂടി വൈകും. അപ്പോൾ അത്തരം നമുക്കൊക്കെ അവസരം തരുന്നതിന് നമ്മളൊക്കെ അവരൊരു സ്ത്രീയാണ്, അവർക്ക് വേണമെങ്കിൽ വിചാരിക്കുക എന്തിനാണ് ഈ സ്ത്രീക്ക് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവര് ഓൾ ഇന്ത്യ സെക്രട്ടറി, എന്നോടൊരു അസൂയ കലർന്നൊരു വികാരം അവർക്ക് കാണിക്കാം. പക്ഷെ എൻ്റെ മുന്നിൽ വെച്ചാണ് ഉമ്മൻചാണ്ടി സാറിന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് എന്നെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. അപ്പൊ അത്രയും ഞങ്ങളൊക്കെ ഇവരുമായിട്ടൊക്കെയുള്ള സ്നേഹബന്ധം എനിക്കോ ലതിക സുഭാഷിനോ ഒക്കെ ജയിക്കാവുന്ന ഒരു സീറ്റ് തന്നിട്ടില്ല. ഞങ്ങൾക്ക് തന്നത് മാരാരിക്കുളത്ത് 9 അവിടുത്തെ പഞ്ചായത്തും CPMന്റെ കോട്ടയാണ്. അവിടെ അന്ന് ഞാൻ മത്സരിക്കുമ്പോൾ 2 or 3 പഞ്ചായത്ത് അംഗങ്ങൾ മാത്രമാണ് ഉള്ളത് ഈ 9 പഞ്ചായത്തിൽ കൂടി. എനിക്കവിടെ ആ സമയത്ത് ഇവിടെ പ്രൊഫസർ KV തോമസ് സാറ് ഒരു ആവശ്യമില്ലാതെ അദ്ദേഹം പാർലമെന്റിൽ മത്സരിക്കുന്ന അന്ന് വീരപ്പ മൊയ്ലി കർണാടക മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹമാണ് കേരളത്തിന്റെ ഇൻചാർജ് AICC ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് എറണാകുളത്ത് മത്സരിക്കണം, എന്നെ ഇവിടെ മത്സരിപ്പിക്കാൻ പറ്റില്ല, എറണാകുളത്ത് മത്സരിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വീരപ്പ മൊയ്ലി സാറ് കുറച്ചും കൂടി ഒരു ജെന്യുവൻ ആയിട്ടുള്ള മെറിറ്റിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, യൂത്ത് കോൺഗ്രസിനെ അക്കോമഡേറ്റ് ചെയ്യണമല്ലോ, അപ്പം താങ്കൾക്ക് പാർലമെന്റിലേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. കാരണം എറണാകുളം ഉറച്ച സീറ്റാണ്, ജയിക്കാവുന്നൊരു സീറ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല എനിക്ക് പാർലമെന്റിൽ പോകണ്ടെന്ന്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഡൊമിനിക് പ്രസന്റേഷൻ മന്ത്രിയായിരുന്നു, അദ്ദേഹം തോറ്റു. മാരാരിക്കുളത്ത് ഞാൻ ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഭൂരിപക്ഷം പഞ്ചായത്ത് ഇലക്ഷന് 35,000 ആയിരുന്നു. അത് ഞാൻ 17,000 ആക്കി കുറച്ച് നല്ലൊരു ഫൈറ്റ് ഞാൻ കാഴ്ചവെച്ചു. എന്നിട്ട് പോലും ഈ 3.5 വർഷം കഴിഞ്ഞപ്പോൾ അത് രാജിവെച്ച് അദ്ദേഹം പാർലമെന്റിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ ആള് പാർലമെന്റിൽ പോയിട്ട് മന്ത്രിയായിരിക്കെ തോറ്റുപോയ ഡൊമിനിക് പ്രസന്റേഷന് എറണാകുളം സീറ്റ് കൊടുത്തു. അപ്പൊ എത്രയോ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് PSC മെമ്പറായിരുന്ന മറ്റേ ആന്റണി ഐസക് സാറിനെ രാജിവെപ്പിച്ചു എൻ്റെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ. ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്നു, യൂത്ത് കോൺഗ്രസ് ആയിരുന്നു, പട പൊരുതുന്ന ആളുകളായിരുന്നു. ഇന്നത്തെ പോലെ ഡിജിറ്റൽ മീഡിയയിലൂടെയുള്ള പ്രവർത്തനമായിരുന്നില്ല. മഹിളാ കോൺഗ്രസ് ഒക്കെ ഷാനിമോളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അന്ന് ഡിജിറ്റൽ മീഡിയ ഉണ്ടായിരുന്നില്ല. ഇത് എക്സ്പോസ് ചെയ്യാനുള്ള അവസരങ്ങൾ കുറവാണ്. മനോരമയിൽ വന്നാലായി, മാതൃഭൂമിയിലായി. ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ആയിക്കൂടി ഉണ്ടായിരുന്നത് ദൂരദർശൻ മാത്രമായിരുന്നു. പിന്നീട് ഏഷ്യാനെറ്റ് വന്നു, ഇന്നിപ്പം ചാനലുകളുടെ ഒരു ഇതാണ്. ആന്റണി ഐസക് സാറിനെ മത്സരിപ്പിച്ചു. എന്തുകൊണ്ട് മത്സരിപ്പിച്ചു? അദ്ദേഹം PSC അംഗമായിരുന്നു. അത് രാജിവെച്ച് അത് LDFന് കൊടുത്തിട്ടാണ് മത്സരിപ്പിച്ചത്. അന്നൊരു യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അവസരം കൊടുക്കാമായിരുന്നു, കൊടുത്തില്ല. പിന്നീട് ആന്റണി ഐസക്കിന് ശേഷം അവർ എഡ്വേർഡ് എഡേഴത്തിനെ കൊണ്ടുവന്നു. അദ്ദേഹം ആരാണെന്ന് ഷാനിമോൾ അന്ന് ചാനൽ ചർച്ചയിൽ റിപ്പോർട്ടർ ചാനൽ നികേഷിനോട് ചോദിച്ചു. ഷാനിമോൾ പറഞ്ഞു, ഞാൻ ഈ പേര് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, KSUവിലും യൂത്ത് കോൺഗ്രസിലും ഒന്നുമില്ല, ഇതെങ്ങനെ കാൻഡിഡേറ്റ് ആയി എന്ന് ചോദിച്ചു.
അതിൻ്റെ ക്ലിപ്പിംഗ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് എടുത്താൽ കിട്ടുമായിരിക്കും. അപ്പോൾ ഒരുപാട് അനീതികൾ നടന്നിട്ടുണ്ട്. എൻ്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. MO ജോണിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഐ ഗ്രൂപ്പിന് സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ പോളിന് വേണ്ടി വോട്ട് പിടിച്ചതാണ് അന്ന് സംഭവിച്ച വലിയൊരു ദാരുണമായൊരു ദുരന്തം. പിന്നെ അവർക്ക് പാർട്ടി വിട്ട് പോകേണ്ടി വന്നു. പിന്നീട് അതുപോലെ തന്നെ ഹൈബീഡൻ്റെ പിതാവ് നമ്മുടെ പ്രിയങ്കരനായ ജോർജ് ഈഡൻ MLA അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് വിട്ടു. അപ്പോഴൊക്കെ നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ആരാ? ഇത് ലാറ്റിൻ കാത്തലിക്കിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ഒരു സീറ്റാണ് എറണാകുളം നിയോജക മണ്ഡലവും അതുപോലെ കൊച്ചിയും എറണാകുളം പാർലമെന്റും. വേറെ ആരും വരാൻ സമ്മതിക്കില്ല. ഇപ്പൊ തിരിച്ച് ഹൈബീഡനോട് കാണിക്കുന്ന എന്താ? ഹൈബീഡൻ 2 വർഷം കൊണ്ടാണ് രാഷ്ട്രീയ രംഗത്ത് വന്നതിന് ശേഷം അദ്ദേഹം ജില്ലാ പ്രസിഡന്റായി, 1 വർഷത്തിനുള്ളിൽ സ്റ്റേറ്റ് പ്രസിഡന്റായി, പിന്നെ NSUയുടെ ആയി, അത് കഴിഞ്ഞ് പിന്നെ MLA ആയി. ഇപ്പോൾ അദ്ദേഹത്തിനെ പാർലമെന്റിലേക്ക് വിട്ടു. ഒരു ജില്ലയിൽ ഒതുങ്ങുന്ന ഒരു നേതാവായിരുന്ന വിനോദ്, എന്നോട് അന്ന് പല പത്രക്കാരും ചോദിച്ചു വിനോദ് ആരാന്ന്. കാരണം വിനോദ് സംസ്ഥാന നേതാവൊന്നും ആയിരുന്നില്ല. ഞങ്ങളൊക്കെ സഹിച്ച ത്യാഗങ്ങളോ ഒന്നും സഹിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാനും അദ്ദേഹത്തിന്റെ പേര് എഴുതി കൊടുക്കാനും ചിലർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ വിവേചനം നടപ്പാക്കുന്നത് പവർ ഗ്രൂപ്പ് ആണെന്നാണ് സിമി റോസ്ബൽ ജോൺ പറയുന്നത്. ഈ വിവേചനങ്ങൾ നടപ്പിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള സംസ്ഥാന കോൺഗ്രസിലെ പവർ ഗ്രൂപ്പാണെന്നും അവർ പറയുന്നു. കഴിവോ പ്രവർത്തന പരിചയമോ ഇല്ലാത്ത സ്ത്രീകൾക്ക് ഈ സ്വാധീനത്തിന്റെ പുറത്ത് ഇപ്പോൾ അവസരം നൽകുകയാണ്. ചൂഷണത്തിന് നിന്നുകൊടുക്കുന്ന സ്ത്രീകളെ മാത്രം നേതാക്കൾ പരിഗണിക്കുന്നു. ചില നേതാക്കന്മാരുടെ ഗുഡ് ബുക്കിൽ കയറിപ്പറ്റിയാൽ മാത്രമേ അവസരമുള്ളൂവെന്നും സിമി റോസ്ബൽ ജോൺ പറയുന്നു. ഈ അവർ എന്ന് പറയുന്നത് ആ സ്വാധീനം ഈ നേരത്തെ ഈ ഹേമ കമ്മിറ്റിയിലൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇത് തീരുമാനിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ, അങ്ങനെയാണോ? എന്നോട് KPCC പ്രസിഡന്റ് K. സുധാകരന് വളരെ ആത്മാർത്ഥത ഉള്ളൊരു ഇതാണ്. അദ്ദേഹം പറഞ്ഞത് എന്നെ അവിടെ എറണാകുളം MP സമ്മതിക്കുന്നില്ല, പിന്നെ വരാൻ സമ്മതിക്കുന്നില്ല, പ്രതിപക്ഷ നേതാവ് സമ്മതിക്കുന്നില്ല എന്നാണ്. എനിക്ക് പാർട്ടി പ്രവർത്തനം ഇവരുടെയൊക്കെ പെർമിഷൻ വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പാർട്ടി മാറിയിരിക്കുകയാണ്. അതായത് കോൺഗ്രസിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം മെറിറ്റ് 25 വർഷം KV തോമസ് സാറ് ഒരുപാട് പോസ്റ്റുകൾ വഹിച്ച ഒരാളാണ്. ഒരുപാട് പേര് സൈഡ് ലൈനും ചെയ്തിട്ടുണ്ട്. DCC പ്രസിഡന്റ് ആയിരുന്നു, KPCCയുടെ ട്രഷറർ ആയിരുന്നു അദ്ദേഹം, നിരവധി തവണ MP ആയിരുന്നു അദ്ദേഹം. ഇല്ലേ? ഈ സ്ത്രീകളെ ജയിക്കുന്ന സീറ്റുകൾ കൊടുക്കുന്നില്ല എന്നതൊക്കെ പത്മജ വേണുഗോപാൽ അടക്കം അഭിമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും ഇപ്പോൾ പാർട്ടിയിലില്ലതാനും. അപ്പം ഈ തരത്തിൽ ഒരു വെട്ടി നിരത്തലുകൾ നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് നേരെ. അതുകൊണ്ട് കൂടിയാണോ അവസരങ്ങളുണ്ടല്ലോ? കഴിഞ്ഞ തവണ നിരവധി വനിതകൾക്ക് പിന്നെ സീറ്റ് കൊടുത്തു. വലിയ ത്യാഗമൊന്നും സഹിക്കാതെ തന്നെയാണ് പ്രവർത്തന പാരമ്പര്യം ഒക്കെ നോക്കിയിട്ടാണ് കൊടുത്തതല്ല. ഞങ്ങളുടെയൊക്കെ സമയത്ത് വെട്ടി നിരത്തുമായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. ഇപ്പോൾ KSUലും യൂത്ത് കോൺഗ്രസിലും ഒന്നും പ്രവർത്തിക്കണ്ട, മഹിളാ കോൺഗ്രസിലും പ്രവർത്തിക്കണ്ട, പെട്ടെന്ന് ലീഡർ ആവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നേതൃനിരയിലേക്ക് വരാൻ കഴിയുന്ന ക്രൈറ്റീരിയ എന്താണ്? അവരുടെ സ്വാധീനം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കോ? ഇവിടെ ദീപ്തി മേരി വർഗീസ് പാർട്ടിയിൽ റിബലായി മത്സരിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് 1 സീറ്റിനാണ് മേയർ സ്ഥാനം ശ്രീ N. വേണുഗോപാലിന് നഷ്ടമായത്. അപ്പോൾ അവരെ പാർട്ടിയിൽ 6 വർഷത്തേക്ക് പുറത്താക്കി. അവർ തിരിച്ചു വന്നത് വലിയ പദവിയിലാണ്. അവർ 6 മാസത്തിനുള്ളിൽ തന്നെ, 6ആണോ 3ആണോ എന്നറിയില്ല, അവർക്ക് 23 വോട്ട് കിട്ടിയതാണ്. അവർ പെട്ടെന്ന് നേതാവായി. പിന്നെ അവരിപ്പോൾ മീഡിയ സെല്ലിന്റെ ചെയർപേഴ്സണാണ്. അവർ എത്രയോ കേസുകളിൽ പ്രതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ സ്പോൺസർ ചെയ്യാനായിട്ട് ഇവിടുത്തെ MP ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം. എനിക്ക് സ്പോൺസർ ഇല്ലാതെ പോയത് എന്റെ അയോഗ്യതയാണോ? ആണോ? ഞാൻ വിശ്വസിക്കുന്നില്ലത്. അല്ല, ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്ന പല സ്ത്രീകളും ആ ഒരു മെറിറ്റ് ഇല്ലാതെയാണ്, അല്ലെങ്കിൽ ഈ സ്വാധീനം കൊണ്ട് മാത്രമാണ് വരുന്നത് എന്ന് കൂടിയാണോ പറയുന്നത്? മെറിറ്റ് ഉള്ളവരുമുണ്ട്, പക്ഷെ അവർക്ക് എത്തേണ്ടത് എത്താൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തുകൊണ്ടാണ്? എന്നോട് ചോദിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എങ്കിലും ഒരു മുതിർന്ന നേതാവാണ്, ഈ സംഘടനയിലെ ഒരു മുതിർന്ന നേതാവാണ്. എന്തുകൊണ്ട് അവർക്ക് എത്താൻ കഴിയുന്നില്ല എന്നതിനെ സംബന്ധിച്ച് ഒരു ചിത്രവും ഒരു ധാരണ ഇല്ലാതിരിക്കില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? അത് നേതാക്കളുടെ ഗുഡ് ബുക്കിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ
DT മേരി വർഗീസ് ഉമ്മ തോമസിനെതിരെ വോട്ട് ചെയ്തതിന്റെ തെളിവ് സഹിതം ദല്ലാൽ നന്ദകുമാർ ഹാജരാക്കി. ദല്ലാൽ നന്ദകുമാർ വെല്ലുവിളിച്ചു, മാനനഷ്ട കേസിന് കേസ് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തോ? അത്രയും ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തിട്ട് പാർട്ടി സംരക്ഷിക്കുന്നില്ലേ? ഇല്ലേ? ഉമ്മ തോമസ് എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്, നമ്മളെല്ലാം ചാനലിൽ കണ്ടതാണ്. സിമി റോസ്ബൽ ജോണിനോട് സംസാരിച്ച അപർണ കുറുപ്പ് ഇപ്പോൾ ചേരുകയാണ്. അപർണ, ഈ പാർട്ടി ജയസാധ്യതയുള്ള സീറ്റുകളിൽ അവസരം നൽകുന്നില്ല, ഇതാണോ സിമി റോസ്ബൽ ജോണിന്റെ പ്രധാനപ്പെട്ട പരാതി? ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റുകളിൽ സ്ത്രീകൾക്ക് അവസരം നൽകുന്നില്ല എന്നുള്ള പരാതി അതൊരു പക്ഷേ പത്മജ വേണുഗോപാൽ അടക്കമുള്ളവർ മുമ്പ് ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് മാറിക്കൊണ്ട് പാർട്ടിയിൽ മുൻനിരയിലുള്ളവർ അല്ലെങ്കിൽ പാർട്ടിയിൽ പ്രധാനപ്പെട്ട പദവിയിലുള്ളവർ പരിഗണിക്കപ്പെടുന്നവർ എല്ലാം ചില ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നു, അല്ലെങ്കിൽ ആ ചൂഷണങ്ങൾക്ക് നിന്നു കൊടുക്കുകയാണ് എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് സിമി റോസ്ബൽ ജോണിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതിനകത്ത് സ്ഥിരം രാഷ്ട്രീയത്തിലെ അവസര നിഷേധം എന്നതിനപ്പുറത്തേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയ ആ ഒരു വലിയ തുറന്നു പറച്ചിലും വലിയൊരു ചോദ്യവും രാഷ്ട്രീയ മേഖലയിലും ഉയരണം എന്നുള്ള ഒരു ആവശ്യം കൂടി സിമി റോസ്ബൽ ജോൺ ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് അതിന് ആനുപാതികമായിട്ട് അവർ പറയുന്നത് ഈ രാഷ്ട്രീയ യോഗങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നേതാക്കന്മാരെ കാണാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകരുത് എന്ന് താൻ സ്ത്രീകളോട് പറയാറുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് പോയ പലർക്കും ചില ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മോശം അനുഭവങ്ങൾ ഉണ്ടായവർ തന്നോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ രാഷ്ട്രീയക്കാരല്ലേ, നിങ്ങൾക്ക് പെട്ടെന്ന് പ്രതികരിച്ചൂടെ എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രതികരിച്ചാൽ ഈ അവസരങ്ങൾ നഷ്ടപ്പെടും, പദവികൾ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് പലരും അവിടെ തുടരുന്നത്. അതല്ലാത്തവർ ഇപ്പോൾ പാർട്ടിയിലില്ലല്ലോ, പലരും ഈ പാർട്ടി വിട്ടുപോയില്ലേ, ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നു. അതായത് തികഞ്ഞ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള ചൂഷണം രാഷ്ട്രീയ മേഖലയിലുമുണ്ട്. അത് കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ള വാക്ക് എടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും ആടിനെ പ്ലാവില കാണിക്കുന്നത് പോലെയാണ്. അതായത് ഈ അവസരം നീട്ടിക്കൊടുത്താൽ ഇത്തരം ചൂഷണങ്ങൾക്ക് വിധേയരാകാൻ പലരും നിന്നു കൊടുക്കുകയാണെന്ന് പറയുന്നു. ഇതിനപ്പുറത്തേക്ക് പറയുന്നത് സിമി റോസ്ബൽ ജോൺ പേരെടുത്ത് പരാമർശിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിലെ നേതാക്കളെ കൂടിയാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം, അതോടൊപ്പം തന്നെ 2 വനിതാ നേതാക്കൾക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം, രാഷ്ട്രീയ അഭിപ്രായ ഭിന്നത, ഒരുപക്ഷെ ഗ്രൂപ്പ് സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ ഈ പാർട്ടിയിലെ സ്ത്രീകളടക്കം പെൺകുട്ടികളടക്കം ഇത്തരം ചില ദുരനുഭവങ്ങൾ നേരിടുന്നുണ്ട്. അതിന് വഴങ്ങിക്കൊടുക്കാത്തവർക്ക് പുറത്തു പോകേണ്ടതായിട്ട് വരുന്നു, മെറിറ്റ് അനുസരിച്ചുള്ള യോഗ്യത കിട്ടുന്നില്ല എന്ന തരത്തിലുള്ള ഒരു ആരോപണം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ പേരെടുത്ത് പറയുന്നതിൽ എന്ത് തരത്തിലുള്ള പ്രതികരണമൊക്കെയാണ് ഇനി കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ മഞ്ജുഷി ചോദിച്ച പോലെ തന്നെ രാഷ്ട്രീയത്തിലെ അവസര നിഷേധമെന്ന് സ്ഥിരം പറയുന്ന ആ ഒരു ആരോപണത്തിന് അപ്പുറത്തേക്ക് ചൂഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അവസരങ്ങൾ കിട്ടുക എന്ന് പറയുന്ന ആ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള ഒരു കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്നു. ഹേമ കമ്മിറ്റി പോലുള്ള ഒരു സ്ക്രൂട്ടിനി ഇവിടെയും വേണം എന്നുള്ള ഒരർത്ഥം കൂടി സിമി റോസ്ബൽ ജോൺ തന്റെ അഭിമുഖത്തിൽ മുഴുനീളം ആവർത്തിക്കുന്നുണ്ട്. ശരി, അപർണ ഗ്രൂപ്പാണ് വിവരങ്ങൾ നൽകിയത്. സിമി റോസ്ബൽ ജോണിന്റെ തുറന്നു പറച്ചിലാണ് കേട്ടത്. കോൺഗ്രസിൽ പക്ഷേ വിവേചനം നടപ്പാക്കുന്ന പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന സിമി റോസ്ബൽ ജോണിന്റെ വെളിപ്പെടുത്തൽ രമേശ് ചെന്നിത്തല നിഷേധിക്കുകയാണ്. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇല്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് എനിക്കറിയില്ല, ആരാണ്, ഞാനൊന്നും പറഞ്ഞില്ല. കോൺഗ്രസിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കി സിംഗുകണ്ടം ചിന്നക്കനാൽ മേഖലയിൽ ചക്കക്കൊമ്പനും മുറിവാലനും 2 ഒറ്റക്കൊമ്പന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഇതിൽ മുറിവാലന് പരിക്കേറ്റു. ആഴത്തിൽ മുറിവേറ്റ നിലയിലായിരുന്ന മുറിവാലനെ വനം വകുപ്പ് വെറ്ററിനറി സർജൻ ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു. കൊമ്പുകൊണ്ട് മുറിവേറ്റ ഭാഗം പഴുത്തതാണ് ഒറ്റയാൻ അവശ നിലയിലാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രിൻസ് ജെയിംസ് അല്പസമയത്തിനകം ഇതിന്റെ വിവരങ്ങൾ നൽകും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ 2 കൊമ്പന്മാരും ഈ പ്രദേശത്ത് ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു. കാട് കയറാൻ തയ്യാറായിരുന്നില്ല ഈ 2 ആനകളും, ചക്കക്കൊമ്പനും മുറിവാലനും. ഇപ്പോൾ 2 ആനകളും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്നാണ് നിഗമനം. അങ്ങനെയാണ് ഇപ്പോൾ ഒരു കൊമ്പന് മുറിവേറ്റത്, മുറിവാലനാണ് മുറിവേറ്റത്. ആഴത്തിൽ മുറിവേറ്റ നിലയിലായിരുന്ന മുറിവാലനെ വനംവകുപ്പിന്റെ വെറ്ററിനറി സർജൻ പരിശോധിച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്.
21ാമത് മണപ്പുറം മിന്നലൈ മീഡിയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച അഭിമുഖ പരിപാടി അവതരണത്തിനുള്ള പുരസ്കാരത്തിന് ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പ് അർഹയായി. ന്യൂസ് 18 കേരളം സംപ്രേഷണം ചെയ്യുന്ന Q18ന്റെ അവതരണത്തിനാണ് ഈ പുരസ്കാരം. സെപ്റ്റംബർ 7-ന് കൊച്ചി ലേ മെറിഡിയനിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് വിതരണം ചെയ്യും. ഉപഭോക്താക്കൾ, ബിൽഡർമാർ, ഡീലർമാർ തുടങ്ങിയവർക്ക് TMT ബാറുകളുടെ ഗുണമേന്മ പരിശോധന ഇനി വാതിൽപ്പടിയിൽ കിട്ടും. ഫുൾകിറ്റ് TMTയാണ് ലാബ് ഓൺ വീൽസ് പദ്ധതി കേരളത്തിൽ അവതരിപ്പിച്ചത്. നിർമ്മാണങ്ങളിൽ ഉയർന്ന ഗുണമേന്മയുള്ള TMT ബാറുകൾ മാത്രം ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനും ഉപഭോക്താക്കളിൽ അവബോധം ഉണ്ടാക്കുന്നതിനുമായാണ് ഇത്തരമൊരു പരിശോധനാ സൗകര്യം ഏർപ്പെടുത്തിയതെന്ന് ഫുൾകിറ്റ് TMT ഡയറക്ടർ ഭരത് ഗാർഗ് പറഞ്ഞു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6695, പവന് 53,560. 18 ക്യാരറ്റ് ഗ്രാമിന് 5545, പവന് 44,360. വെള്ളി ഗ്രാമിന് 92, കിലോയ്ക്ക് 92,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും.